ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമൽ ലിദുനിയാ കഅന്നക തഈശു അബദാ വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ വഅമൽ ലിദുനിയാക, നിന്റെ ഐഹിക ലോകത്തെ പ്രവർത്തനങ്ങൾ നീ ചെയ്യണേ. കഅന്നക തഈശു അബദാ, നീ എക്കാലവും ജീവിക്കുമെന്ന പ്രതീതിയിൽ നീ ഒരു വീടുണ്ടാക്കുകയാണ്. നീ ആ വീട് പണിയേണ്ടത് ഞാൻ മരിക്കാനുള്ള ആളാണല്ലോ. ഞാൻ എന്തിനിങ്ങനെ വാർപ്പിന്റെ വീടുണ്ടാക്കണം? ഞാൻ എന്തിനിത്ര ശക്തിയുള്ള ചുമരുകൾ ഉണ്ടാക്കണം? ഞാൻ എന്തിനിത്ര വലിയ റൂമുകൾ ഉണ്ടാക്കണം? ഞാൻ എന്തിന് 5ഉം 4ഉം റൂമുകൾ ഉണ്ടാക്കണം? എന്റെ വീട്ടിലാകെ 1ഓ 2ഓ കുട്ടികളല്ലേ ഉള്ളൂ. കഅന്നക തഈശു അബദാ, നീ അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. നീ എക്കാലവും ജീവിക്കുന്നയാളാണ്. നിന്റെ വീട് 100 കൊല്ലം നിലനിൽക്കണം. നീ 1000 കൊല്ലം ജീവിക്കുന്ന 100 കൊല്ലം ജീവിക്കുന്നയാളാണ്. നിനക്ക് മക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ താമസിക്കേണ്ടി വരും. കഅന്നക തഈശു അബദാ. എന്നാൽ അങ്ങനെ മാത്രമല്ല ആ ഹദീസിന്റെ അർത്ഥം. കഅന്നക തഈശു അബദാ, നീ എക്കാലവും ജീവിക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ നീ നാളെയും ഉണ്ടല്ലോ. നീ ദുനിയാവിന് വേണ്ടി വല്ലതും ചെയ്യാണ്, നീ നാളെയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നീ വീടെടുക്കുമ്പോൾ നിന്റെ കയ്യിലുള്ള പണം കൊണ്ട് തൽക്കാലം വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തീർക്കാനേ ഉള്ളൂ. പെയിന്റ് അടിക്കാനുള്ള പൈസയില്ല, മതില് കെട്ടാനുള്ള പൈസയില്ല, അതുപോലെ ഇന്റർലോക്ക് ചെയ്യാനുള്ള പൈസയില്ല, ഗേറ്റ് വെക്കാനുള്ള പൈസയില്ല. നിനക്ക് ഹൗസിംഗ് ലോൺ കിട്ടും, 5 ലക്ഷം രൂപ കിട്ടും, 10 ലക്ഷം രൂപ കിട്ടും. നീ പലിശക്കെടുക്കുകയാണ്, നീ ലോൺ എടുക്കുകയാണ്, നീ പലിശക്ക് വാങ്ങുകയാണ്, നീ പലിശ കൊടുക്കുകയാണ്. ആ വലിയ പാപം, സബഉൽ മുബിഖാത്തിലെ പാപം നിന്റെ വീടിന് വേണ്ടി നീ ചെയ്യല്ലേ. കഅന്നക തഈശു അബദാ, നിനക്ക് നാളെയും അവസരമുണ്ടല്ലോ. നിനക്ക് നാളെയും ഇതെങ്ങനെയെങ്കിലും ജോലി ചെയ്തിട്ട് നിന്റെ വീടിന് മതിൽ വെക്കാമല്ലോ, നിന്റെ വീടിന് ഗേറ്റ് വെക്കാമല്ലോ. നീ ആ ഹറാമിന് പോകല്ലേ. എന്നാൽ വഅമൽ ലിആഖിറതിക, നീ നിന്റെ ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നീ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമായാൽ നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കഅന്നക തമൂതു ഗദാ, നീ നാളെ മരിക്കുമെന്ന ചിന്തയോടെ ചെയ്യണം. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാവാം എന്ന് നീ ചെയ്യല്ലേ. ദുനിയാവിലുള്ള കാര്യം അഥവാ നീ നീട്ടിവെച്ചാലും ആഖിറത്തിന്റെ കാര്യം, ഹജ്ജ്, അത് തൽക്കാലം കൊല്ലം പോട്ടെ, നീ അടുത്തല്ല. ഇക്കൊല്ലം നിനക്ക് അവസരം ഉണ്ടോ? ഈ വർഷം തന്നെ നീ ചെയ്തോ. കഅന്നക തമൂതു ഗദാ, അതാ പറഞ്ഞത് ബാദിറൂ ബിൽ അമാൽ, നീ അമലുകൾ വേഗത്തിൽ നിങ്ങൾ ചെയ്യണേ. നല്ല കാര്യങ്ങളൊക്കെ വേഗത്തിൽ നിങ്ങൾ ചെയ്യണേ. 7 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഐഹിക ലോക ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുള്ള 7 കാര്യങ്ങൾ പ്രവാചകർ തിരുമേനി എണ്ണുകയാണ്. അതിൽപ്പെട്ട ഒന്ന്, ഹൽ തന്തദിറൂന ഇല്ലാ ഫഖറം മുൻസിയാ ഔ ഗിനം മുത്ഗിയാ ഔ മറളം മുഫ്സിദാ ഔ ഹറമൻ മുഫന്നിദാ. ഹബീബായ റസൂലുള്ള പറയാണ്, ഹൽ തന്തദിറൂന ഇല്ലാ ഫഖറം മുൻസിയാ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമല്ലാത്ത മറ്റെന്തിനെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ദുനിയാവിൽ വരാനുള്ള വലിയ ഒരു പരീക്ഷണമാകുന്നു ദാരിദ്ര്യം. ഇന്ന് മനുഷ്യന്മാര് ദരിദ്രന്മാരാണ്. നമ്മൾ അയാളുടെ വലിയ വീട് കാണുന്നു, അയാൾക്ക് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, അയാൾക്ക് ഒരുപാട് വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അന്വേഷിച്ചു നോക്കിയപ്പോഴോ ഇയാള് പരമദരിദ്രനാണ്. ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ വളരെ ഉഷാറായി പോകുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടോ? അത് കാരണത്താൽ എല്ലാവർക്കും ഉസ്താദുമാരുടെ കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. മൂല്യന്മാരുടെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ അത്ഭുതമാണ്. കാരണം ഓരെപ്പോഴും അൽഹംദുലില്ലാ ശമ്പളം എത്രയാണ് കൊടുക്കുന്നത് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ട് അത് കേട്ടിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾ പറയും,
അവർക്ക് വലിയ ബേജാറായിരിക്കും. പക്ഷെ ഇത് കിട്ടുന്ന ഉസ്താദിന് ശമ്പളം എത്രയാണ്? 15,000 രൂപ, 20,000 രൂപ. അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതാണ്. അതിനി അത്ര ഉണ്ടോ അതില്ലേ എന്നുള്ളതൊക്കെ നമ്മൾ വേറെ വിശകലനം നടത്തണം. അൽഹംദുലില്ലാ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു ബേജാറും ഇല്ല, പേടിയില്ല. മിക്കവാറും ആളുകൾക്ക് നിങ്ങൾ അന്വേഷിച്ച് നോക്കൊണ്ട് ഒരു കടം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളുടെ ഉസ്താദുമാരെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരും ആമീൻ പറയാം. അള്ളാഹു സലാമത്താക്കട്ടെ. അവരുടെ മക്കളുടെ കല്യാണം, അവരുടെ വീട്, അവരുടെ സൗകര്യങ്ങൾ, അവരുടെ ബൈക്ക് ഒക്കെ റാഹത്തായി പോകുന്നുണ്ടാവും. എന്തേ കാര്യം? ഉസ്താദുമാര് പലിശക്ക് പൈസ എടുക്കുന്നില്ല. ഉസ്താദുമാര് ഹറാമായ സമ്പാദ്യത്തിലേക്ക് പോകുന്നില്ല. ആളുകൾ ഏറ്റവും ഉത്തമമായ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന പൈസ അവർക്ക് കൊടുക്കും. എന്താണ് അവർ ചെയ്തത്? വീട്ടിലേക്ക് വന്നിട്ട് അവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹോദി മൗലിദ് ചൊല്ലി, വീട്ടിൽ വന്നിട്ട് യാസീൻ ഓതി, വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പടച്ചോനെ ഈ ഭക്ഷണം ഉണ്ടാക്കിയവർക്ക് സ്വർഗം കൊടുക്കണേന്ന് പറഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കണം, ഇൽമു പഠിപ്പിക്കണം, ഉസ്താദാണ്, മദ്രസയിൽ ഉസ്താദാണ്. എന്ത് ചെയ്യുന്നു? ഒരു സമ്മാനം, എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കുന്നു. അത് വലിയ ബർക്കത്തുള്ള ഹദിയയാണ്. അതാണ് പ്രത്യേകത. അതാണ് അവരുടെ ജീവിതത്തിൽ അല്ലാഹു തമ്പുരാൻ ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്നത് അവർക്ക്. അതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ മോനെ ഖുർആൻ പഠിപ്പിക്കൽ എന്റെ ബാധ്യതയാണ്, പള്ളിയിലുള്ള ഉസ്താദിന്റെ ബാധ്യതയല്ല. ഈ നാട്ടിലെ മക്കളെ ഖുർആൻ പഠിപ്പിക്കൽ, ഈ നാട്ടിലെ മക്കളെ നിസ്കാരം പഠിപ്പിക്കൽ, ഈ നാട്ടിലെ മക്കളെ എങ്ങനെയാണ് മര്യാദയോടെ പെരുമാറൽ എന്ന് പഠിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്, രക്ഷിതാവിന്റെ ബാധ്യതയാണ്. പക്ഷെ നമുക്കതിന് സമയമില്ല. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ ഉസ്താദിനെ ഏൽപ്പിക്കുന്നു, മദ്രസയിൽ ഉസ്താദുമാരെ നിശ്ചയിച്ചിട്ട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണേ, ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദീന് പഠിപ്പിക്കണേ, നിസ്കരിക്കാൻ പഠിപ്പിക്കണേ, ഒളു എടുക്കാൻ പഠിപ്പിക്കണേ. ഞങ്ങളെല്ലാവരും കൂടെ മാസത്തിൽ നിങ്ങളുടെ ചെലവിനുള്ളത് തരാം. ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ ബറക്കത്ത്, ദീന് പഠിപ്പിക്കുന്നതിന്റെ ബറക്കത്ത്. അതുകൊണ്ടാണ് അവർ അൽഹംദുലില്ലാ അങ്ങനെ ആക്കാൻ നമ്മൾ ശ്രമിക്കും വേണം. എന്നാലോ എല്ലാരും ഒരു രക്ഷയില്ല, ആകെ തകിടമൊക്കെയാണ്. എന്നിട്ട് കുറ്റം നമ്മളെ പ്രധാനമന്ത്രിയുടെ മേലിലും എന്താണ്? മൂപ്പര് മൂപ്പര് അങ്ങനെ ആക്കിയതുകൊണ്ടാണ് ഇവിടെ ആകെ പ്രശ്നമാണ്, കലഹാണ്, കലാപാണ്. എന്താ ചെയ്യാ? നമ്മൾ ഈ പലിശയും നമ്മൾ ഈ ശുദ്ധമല്ലാത്ത രീതിയിലുള്ള സമ്പാദ്യവും, ഞാൻ ഈ വിരിപ്പാടത്തെ മുഅ്മിനീങ്ങളെയല്ല പറയുന്നത്, നമുക്കിടയിൽ സ്വന്തം ചിന്തിച്ചാൽ അറിയല്ലോ എന്റേത് അങ്ങനെയാണോ അല്ലേന്ന്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമാധാനം കിട്ടുന്നത് നമ്മളാരും പ്രതീക്ഷിക്കണ്ട. അവിടെയാണ് ദാരിദ്ര്യം, അവിടെയാണ് ഏറ്റവും അപകടകരമായ. എത്രത്തോളം എന്ന് വെച്ചാൽ കുഫ്റിലേക്ക് വരെ പോകുന്ന അവസ്ഥയുണ്ടാവും. എന്നോട് ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, ഈ അടുത്ത് ഒരാൾ എൻ്റെ പള്ളിയിൽ വന്നിട്ട് എന്നോട് പറയാണ്, മൂപ്പർക്ക് 50 ലക്ഷം റുപ്യ കടണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെ വന്നാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സത്യത്തിൽ ഒരു 10 കൊല്ലം മുമ്പ് ഒരു 50,000 റുപ്യ ആവശ്യം വന്നാണ് 50 ലക്ഷമായി മാറിയത്. അയാൾ എന്നോട് പറഞ്ഞതാണ് ഹക്കൻ. 10 കൊല്ലം മുമ്പ് 50,000 റുപ്യ വാങ്ങിയത് ഇപ്പം ഏകദേശം ഒരു 50 ലക്ഷം റുപ്യ, 1 കോടിയുടെ അടുത്തുണ്ടായിരുന്നു. കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീടി ഇപ്പം അത് 50 ലക്ഷമായി. അപ്പം എന്തെന്ന് ചോദിച്ചു, അത് 50,000 ഞാനൊരു അത്യാവശ്യമായിട്ട് ഒരു പലിശക്കാരൻ നിന്ന് വാങ്ങി, പിന്നെ അത് അങ്ങനെ വീട്ടി, പിന്നെ ഇത് ഇങ്ങനെ വീട്ടി, അപ്പോഴേക്കും ഇവിടെ ഒരു ആവശ്യം വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വട്ടം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പലിശക്കാരൻ 50,000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വാങ്ങാൻ മടി ഉണ്ടാവില്ല. രണ്ടാമത് വാങ്ങിയാൽ മൂന്നാമത് വാങ്ങാൻ മടി ഉണ്ടാവും. പലിശക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ പലിശക്കാരനായിട്ട് തന്നെ ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ പലിശ കൊടുക്കുന്ന ബാങ്കുകളും അതുപോലെ ഫൈനാൻസ് സ്ഥാപനങ്ങളും ഉണ്ടാവും. ദാരിദ്ര്യം മാത്രമേ ബാക്കി കിട്ടുള്ളൂ. ഹൽ തന്തദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ. അപ്പൊ അത് ഇല്ലാതെയാക്കാനുള്ള മാർഗമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതാണ് ബാദിറു ബിൽ അഅമാൽ, അമലുകളിലേക്ക് മുന്നിടുക. അത് തെറ്റാണല്ലോ, വിട്ടുനിൽക്കുക. പലിശയിലേക്ക് ഞാനില്ല, ഹറാമിലേക്ക് ഞാനില്ല, കള്ളക്കച്ചവടത്തിലേക്ക് ഞാനില്ല, തെറ്റായ രീതിയിലുള്ള സമ്പാദ്യത്തേക്ക് ഞാനില്ല. എന്റെ അടുക്കലേക്ക് എപ്പോഴാണ് അസ്രായീൽ റൂഹിനെ പിടിക്കാൻ വരിക എന്നറിയില്ല. അല്ലെങ്കിൽ നിങ്ങളെ അതിക്രമികളാക്കുന്ന സമ്പാദ്യം, സമ്പന്നത നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് ഇഷ്ടം പോലെ പൈസ, ഇഷ്ടം പോലെ സമ്പാദ്യം, അപ്പം മുത്തുകയായി പോകും എന്ന് പറഞ്ഞാൽ അവൻ അഹങ്കാരിയായി പോകും.
റസൂലുള്ള പറഞ്ഞല്ലോ, സ്വഹാബികളെ, നിങ്ങൾക്ക് ഞാൻ ദാരിദ്ര്യമല്ല പേടിക്കണത്, നിങ്ങൾക്ക് കാശ് കൂടുതലാണ് പേടിക്കണത്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, കാശുള്ള ഒരു കൂലിയൊക്കെ കൊണ്ടുപോയില്ലേ? എന്താ കാര്യം? ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, അവരും; ഞങ്ങൾ തക്ബീർ ചൊല്ലുന്നു, അവരും; ഞങ്ങൾ നിസ്കരിക്കുന്നു, അവർ നിസ്കരിക്കണം. പക്ഷേ ഞങ്ങൾ ചെയ്യാത്ത സ്വതക്കയും മറ്റൊക്കെ ഒരു ചെയ്യുന്നുണ്ട്. ഓർക്ക് എത്ര കൂലിയാണ്? നബി എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇന്നുള്ള അവസ്ഥയാണ് ഏറ്റവും ഖൈറായത്. നിങ്ങൾക്കുള്ളതുണ്ടല്ലോ, അല്ലാഹു തമ്പുരാൻ പരീക്ഷിക്കുകയാണ് സമ്പത്ത് നൽകിയിട്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് യഥാർത്ഥ സമ്പന്നൻ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയാൽ ആ സമ്പത്ത് കൊണ്ട് അഹങ്കാരിയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വിലസുന്ന, അള്ളാഹുവിനെ നിന്ദിക്കുന്ന, പടച്ച തമ്പുരാന്റെ ആളുകളെ പരിഹസിക്കുന്ന, അള്ളാഹുവിന്റെ ദീന് പറയുന്നവരെ കളിയാക്കുന്ന, പള്ളിയെയും മദ്രസയെയും വിമർശിക്കുന്ന ആ രീതിയിലുള്ള സമ്പാദ്യം യാതൊരു ഗുണവും ചെയ്യില്ല. അതാണ് ഗിനം മുത്ഗിയാ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത രോഗം വരുന്നതിന് മുമ്പ് ആകെ താറുമാറാക്കുന്ന രോഗം, കിഡ്നി രോഗം, ക്യാൻസർ രോഗം, ഇതൊക്കെ ദുനിയാവിൽ നിങ്ങൾക്ക് വരാം. ബാദിറൂ ബിൽ അഅമാൽ. നിങ്ങൾ ഒരുപാട് സുന്നത്തുകൾ നിസ്കരിച്ചോളൂ, നിങ്ങൾ ദുഹാ നിസ്കരിച്ചോളൂ, നിങ്ങൾ റവാത്തിബ് നിസ്കരിച്ചോളൂ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോളൂ. നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യവും നിങ്ങൾക്ക് സമ്പന്നതയും നിങ്ങളെ പരീക്ഷിക്കുന്ന രോഗങ്ങളും വാർദ്ധക്യവും അപ്രകാരം തന്നെ പിച്ചും പേയും പറയുന്ന വാർദ്ധക്യവും നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഔ മൗതൻ മുജ്ഹിസാ. പെട്ടെന്നുണ്ടാകുന്ന മരണം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാ. പെട്ടെന്ന് മരിച്ചു പോവുക. നമ്മളുടെ തോളിൽ കൈയിട്ടവർ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മൾ സംസാരിച്ചവർ, നമ്മൾ സലാം പറഞ്ഞു പിരിഞ്ഞവർ വാഹനാപകടത്തിൽ മരിക്കുന്നു, വെള്ളത്തിൽ പോയി മരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് നടക്കുന്ന സ്ഫോടനങ്ങള്, ഇന്ന് ലോകത്ത് നടക്കുന്ന വെടിവെപ്പുകള്, ഇതൊക്കെ എത്ര വലിയ പരീക്ഷണമാണെന്നറിയുമോ? നമ്മളൊക്കെ ശക്തമായി അപലപിക്കണം. ഇങ്ങനെയുള്ള അധർമ്മകാരികളെ എല്ലാ രീതിയിലും നമ്മൾ വിമർശിക്കണം. അവരുമായിട്ട് ഒരു മതത്തിനും ബന്ധമില്ല എന്ന് ശക്തമായി നമ്മൾ പറയേണ്ട കാലഘട്ടമാണ്. ന്യൂസിലാൻഡിൽ വെടിവെപ്പ് നടന്നപ്പോ, നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ സ്ഫോടനങ്ങൾ നടന്നപ്പോ, നഊദു ബില്ലാഹ്, എത്രയെത്ര ആളുകളാണ് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയവർ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയവർ, പിന്നെ കാണുന്നത് മയ്യിത്തായിട്ടാണ്. അപകടങ്ങളിൽ പെടുന്നവർ, മരിച്ചു പോകുന്നവർ, അറ്റാക്കിൽ മരിച്ചു പോകുന്നവർ. നമ്മൾ പറയുക, അയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. എത്രയെത്ര മരണങ്ങളാണ്! അല്ലാഹുവേ, ഇത് നമ്മളുടെ തീരുമാന പ്രകാരമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും തടയാൻ കഴിയുമായിരുന്നല്ലോ. നമ്മുടെ സ്നേഹത്തിന് എന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ തീരുമാനത്തിന് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകില്ലായിരുന്നു, നമ്മുടെ ഉപ്പ വിട പറഞ്ഞു പോകില്ലായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മോട് യാത്ര പറയാതെ പോകില്ലായിരുന്നു. ഈ ലോകത്ത് മരണങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്ന മരണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഔ മൗതൻ മുജ്ഹിസാ. പെട്ടെന്ന് നിങ്ങൾ അങ്ങ് മരിക്കുമ്പോ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, ആ മരണം നിങ്ങളിലേക്ക് വരാം, ദജ്ജാൽ നിങ്ങളിലേക്ക് വരാം, ഖിയാമത്ത് നാൾ നിങ്ങളിലേക്ക് വരാം. ഇങ്ങനെ നിങ്ങളെ കാത്തിരിക്കുന്ന ദുനിയാവിലെ വലിയ പ്രതിസന്ധികൾ നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ വേഗത്തിൽ നിസ്കാരം നിർവഹിക്കുക, അമലുകൾ നിർവഹിക്കുക, അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക, മരണത്തിന് വേണ്ടി തയ്യാറാവുക. അല്ലേ? ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ മരണം നമ്മൾ നന്നായാൽ നല്ല മരണം അല്ലേ? ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി, അല്ലാഹനെ ഓർക്കുവാനായി ധരിക്കല്ലേ.
നിനക്ക് നല്ല ശക്തിയുള്ള സമയത്ത് പറയും, ആപത്തുള്ള കാലത്ത്, നിനക്ക് അല്ലലൊന്നും ഇല്ലാത്ത സമയത്ത് നീ പടച്ചോനെ ഓർക്കണേ. അല്ലാതെ ഒക്കെ കഴിഞ്ഞിട്ട് വലിയ വീടായിട്ട് വലിയ സൗകര്യങ്ങളായിട്ട് അള്ളാഹുവിനെ ഓർക്കാമെന്ന് നീ വിചാരിക്കല്ലേ. അവിടെയാണ് നമ്മളുടെ ശ്രദ്ധക്കുറവുണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ പലിശക്ക് പോണത്. അവിടെയാണ് നുണ പറയുന്നത്. ഉണ്ടാവുമ്പോ എല്ലാം ഉണ്ടാകുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും അള്ളാഹനെ ഓർക്കുക എന്നുള്ളതാണ് മുഅ്മിന്റെ വിജയം. സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ജോറിലായി, വാഴുന്നതോ എതിരായി. നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. എല്ലാരും സ്വർഗാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ വാഴുന്നതോ എതിരായി. സ്വർഗം ആഗ്രഹിക്കണം, പക്ഷെ പ്രവർത്തിക്കണതൊക്കെ അതിനെതിരെ. നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട്, നിന്നെങ്ങനെ അള്ളാഹു നിന്നെ എങ്ങനെയാ വളർത്തുന്നത്? താങ്ങിയും തലോടിയും താങ്ങിയും താഴത്തിടാതെയാണ്. പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. നല്ലോനായി ജീവിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുപോകാനാണ് അസ്രാഈൽ വരിക.